ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരൂ, ഇന്ന് നമുക്ക് ഉണ്ടാക്കാം ബംഗാളി സ്റ്റൈലിൽ ബപ്പ. അതും ഏത് ബപ്പയാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ ഉണ്ടാക്കുന്നത് ബേങ്കുൻ ബപ്പയാണ്. ശരിക്കും ഈലിഷാണ് ഉണ്ടാക്കേണ്ടത്, മീനാണ് ഉണ്ടാക്കേണ്ടത്. എനിക്ക് ബേങ്കുൻ ബപ്പ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വഴുതിനിങ്ങ വട്ടത്തിൽ മുറിച്ചിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആ മുറിച്ച് വെച്ച വഴുതിനിങ്ങയിൽ ഒരു തുള്ളി പോലും വെള്ളം തട്ടിക്കാതെ ഒന്ന് പുരട്ടി വെക്കുക. എന്നിട്ട് അതിനെ കടുകെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കുക. അപ്പുറവും ഇപ്പുറവും നല്ല ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കണം. വളരെ സൂപ്പർ ടേസ്റ്റാണ്. തുടച്ചുണ്ണ അത്രേ എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്കൊന്ന് അരയ്ക്കണം. അപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 1 സ്പൂണ് വെളുത്ത എള്ള്, 1 സ്പൂണോളം കടുക്. ഇത് 45 മിനിറ്റ് കുതിർത്ത് വയ്ക്കുക. എന്നിട്ട് മിക്സിയിൽ ഇതിടുക, ഒരു 3 പച്ചമുളക് ഇടുക. എന്നിട്ട് ഇതൊന്ന് നല്ല പോലെ ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കുക. നമുക്കിതിന് ടിഫിൻ ബോക്സ് വേണം. ടിഫിൻ ബോക്സ് ഇല്ലാണ്ട് ബപ്പ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടുള്ളൂ. അടച്ചുറപ്പുള്ള എന്തെങ്കിലും വേണം. ഇതിലേക്ക് ഞാൻ 3 സ്പൂണ് തൈര് ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, അതേമാതിരി തന്നെ കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മുട്ട ചെയ്യാം, പനീർ ചെയ്യാം, ഉരുളക്കിഴങ്ങ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈവൻ മീനും ചെയ്യാം. മീനാണ് ചെയ്യേണ്ടത് ശരിക്കും. ഇതൊക്കെ അപ്പോൾ വഴുതനങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് ഉള്ളിലേക്ക് ആക്കി വെച്ചു. ഇതിലേക്ക് വീണ്ടും ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഈ പച്ചമുളകാണ് ലാസ്റ്റ് നമ്മുടെ ഹൈലൈറ്റ് ആവാൻ പോകുന്നത്. പിന്നെ വലുതായിട്ട് മുറിച്ചിട്ടുള്ള ഒരു വലിയ തക്കാളി ഞാൻ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ടിഫിൻ ബോക്സിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കൂ കേട്ടോ. ആ തൈരും കടുകും ഉള്ള മിശ്രിതത്തിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല പോലെ മുകളിൽ കടുകെണ്ണ നല്ലോണം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചങ്ങോട്ട് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു ചീഞ്ചട്ടിയിൽ വെള്ളമാക്കിയിട്ട് നന്നായി തിളയ്ക്കുന്ന ആ വെള്ളത്തിലേക്ക് ഈ ഒരു ടിഫിൻ ബോക്സിനെ നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് സ്ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് അങ്ങോട്ട് വേവിക്കുകയാണ് കേട്ടോളൂ. അതാണ് ബപ്പയുടെ ഹൈലൈറ്റ്. അടച്ചു വെച്ചിട്ട് നല്ല പോലെ സ്ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് കഴിയുന്ന സമയത്ത് അടിപൊളിയായിട്ടുള്ള ബേങ്കുൻ ബപ്പ റെഡി ആയിരിക്കുകയാണ്. ഇത് ഓഫ് ചെയ്തിട്ട് നല്ലോണം അത് ആ ടിഫിൻ ബോക്സ് തന്നെ സമാധാനമായിട്ട് ചൂടാറട്ടെ. എന്നതിന് ശേഷം തുറക്കുമ്പോൾ മക്കളെ നല്ല അടിപൊളിയായിട്ടുള്ള ബേങ്കുൻ ബപ്പ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ഈ വിഭവം ഉണ്ടാക്കി നോക്കണം. ശരിക്കും നമ്മുടെ പച്ചടി പോലെ ഉണ്ടാവും. പക്ഷേ ആ ഒരു 45 മിനിറ്റോളം ഈ ഒരു എന്താ പറയുക, ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതൊന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ വരൂ, നമുക്ക് കഴിക്കാം. ഇന്ന് എന്തൊക്കെയാണ് വിഭവം എന്ന് പറയട്ടെ. ഓൾറെഡി നിങ്ങൾ അത് എന്താ പറയാ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. ബേങ്കുൻ ബപ്പ, ഇടിച്ചക്ക തോരൻ, കൂർക്ക മെഴുക്ക് വരട്ടി, നമ്മുടെ തൊടിയത്തെ ചീര മെഴുക്ക് വരട്ടി. ആദ്യം ബപ്പയിൽ തന്നെ തുടങ്ങാം. ഈലിഷ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയാ മീന് കൊണ്ട് ആണ് ഫേമസ് ആയിട്ട് ചെയ്യുക. പക്ഷെ ബേങ്കുൻ കൊണ്ടിട്ടും ചെയ്യാം, മുട്ട കൊണ്ടിട്ട് ചെയ്യാം. ഇതിങ്ങനെ ആവിയിൽ കിടന്ന് വേവുന്നതാണ്. കൂടെ ഇട്ടിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, അതാണ് എരമ്പൻ ടേസ്റ്റ്. ഇപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമാണ് കഴിക്കാൻ എന്നുണ്ടെങ്കിൽ ദയവ് ഇത് എടുത്ത് കഴിക്കുക. ഉണ്ടാക്കണം, അധികം പണിയൊന്നുമില്ല. ഏകദേശം നമ്മുടെ പച്ചടി പോലെയൊക്കെ ഫീൽ ചെയ്യും. കടുക് അരക്കിയല്ലേ കഴിക്കാം. ചൂട് ചോറ്, പച്ചമുളക് ഇതിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് ഉടയ്ക്കുക. പച്ചമുളക് നന്നായിട്ട് ആവിയിൽ വെന്തിട്ടുണ്ടാവും. തൈരിൽ ഉടച്ചു. വഴുതിരിങ്ങ ഫ്രൈ ചെയ്തത് അതിലേക്ക് മിക്സ് ചെയ്യുക. ആൻഡ് ലെറ്റ് us eat. ഒന്നും കളയാനില്ല. ബപ്പാസ് എല്ലാം സൂപ്പറാ. പച്ചമുളക് കഴിക്കാൻ നിർബന്ധമൊന്നുമില്ല. പ്ലീസ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കഴിക്കണ്ട.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തക്കാളി എല്ലാം ഒരു 45 മിനിറ്റ് അങ്ങോട്ട് കടന്ന് പച്ചമുളക് ഹൈലൈറ്റ്. നല്ലൊരു സ്വീറ്റ് ടേസ്റ്റ് ആയിരിക്കും. നല്ല എരിവും ഉണ്ടാവും, എന്നാലൊരു സ്വീറ്റ് ടേസ്റ്റ് ആയിരിക്കും. വാവ്, എക്സാജറേഷൻ അല്ല, ശരിക്കും സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഒറ്റ കയ്യിൽ ചോറേ എടുത്തിട്ടുള്ളൂ, ബിക്കോസ് എനിക്ക് ബാക്കിയുള്ളത് കൂട്ടി കഴിക്കണം. ആദ്യം തന്നെ ബപ്പയിൽ തുടങ്ങിയതാണ്. സൂപ്പറാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇനി കുറച്ച് ചോറെടുത്തിട്ട് എല്ലാ ഉപ്പേരിയും കൂട്ടി കഴിക്കും. എന്താ പറയുക, കടുകിന് ഒരു എരിവുണ്ട്. ഓക്കെ, അരയുമ്പോൾ ഒരു എരിവ് വരും. ആ എരിവും ആ തൈരും സൂപ്പറായിരിക്കും. ആ വേവ് അല്ലേ 45 മിനിറ്റ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കണ പച്ചടിയില്ലേ അതന്നെ, പക്ഷെ ആവിയിൽ വേവിച്ചിട്ടാണെന്ന് മാത്രം. ഓക്കെ, ട്രൈ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഓൾറെഡി തുടച്ച് വൃത്തിയായിട്ടുള്ള പ്ലേറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇത് കൂടുതൽ തുടയ്ക്കാൻ ബാക്കിയില്ലേ. ബാക്കിയുള്ളതിന് കുറച്ച് ചോറെടുത്ത് കഴിക്കട്ടെ. ഓക്കെ, വീണ്ടും കാണാം. Till then, take care and bye-bye. Vinny's Kitchen.